കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ RBIൻ്റെ ഫങ്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഒരു എസ്എ പാർട്ട് തന്നെയാണത്. അതായത് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ, എമർജിങ് ട്രെൻഡ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ 1990s, the Indian banking sector saw a great emphasis on the replacement of technology with new innovations. The banks began to use these new technologies to provide better and quick services to customers at a great speed. Some of the innovation techniques introduced in the Indian banking sector in the post-reforms era are as follows. അതായത് 90കൾക്ക് ശേഷം അല്ലെങ്കിൽ 90ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ത്യയിൽ ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് വരികയും നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് സെക്ടറിൽ ഒരു അഴിച്ചുപണി തന്നെ നടന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ മാറ്റം, പല മേഖലകളിലും മാറ്റം വന്നു. അതിൻ്റെ ക്യാഷ് റിസർവ് റേഷ്യോ, SLR, ഇൻട്രസ്റ്റ് റേറ്റ്, ബ്രാഞ്ചിങ് സിസ്റ്റം, അങ്ങനെ പുതിയ മോഡ് ഓഫ് ബാങ്കിങ്, അതായത് എങ്ങനത്തെ പ്രൈവറ്റ് ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്സ്, ഇങ്ങനെ ഇത്തരത്തിലെല്ലാം മാറ്റങ്ങൾ വന്നു. പക്ഷെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ 90സിന് ശേഷം വന്നതെന്നാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ബാങ്കിങ് ആണ്, അല്ലേ? ഇന്ന് നമുക്ക് ഇ ബാങ്കിങ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം തന്നെ നമ്മൾക്ക് ഇല്ല. ഇ ബാങ്കിങ് ഇൻവോൾവ്സ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ് ഓൺ ബാങ്കിങ്. Under this IT system, the banking services are delivered by way of computer-controlled system. This system does involve a direct interface with the customers. Customers do not have to visit the banker's premises. അപ്പോൾ എന്താണ് ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സ് ഹി ഡസ് നോട്ട് റിക്വയർഡ് ടു വിസിറ്റ് ദ ബ്രാഞ്ച് ഫോർ ദ ബാങ്കിങ് ട്രാൻസാക്ഷൻ. അതൊക്കെ വീട്ടിലിരുന്ന എനി പ്ലേസ് അവിടെ ഇൻ്റർനെറ്റ് ആക്സസ് ഒരു ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യങ്ങളാണ് 5 മാർക്ക് സെക്ഷനിൽ. അതിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ് നോക്കാം. എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വായിക്കുന്നുള്ളൂ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് സർവീസ് ഈസ് ലോവർ ഫോർ ബാങ്ക്സ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വളരെ കുറയും ബാങ്കിന്. അതുപോലെ തന്നെ ടു ഓഫേഴ്സ് കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ് ആസ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു ഗോ ടു ദ ബാങ്ക് പ്രിമൈസസ്. ദർ ഈസ് വെരി ലോ ഇൻസിഡൻസ് ഓഫ് എറേഴ്സ്. അതായത് ഒരു കസ്റ്റമേഴ്സിന് ഒരിക്കലും ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എറേഴ്സ് വളരെയധികം കുറയും ചെയ്യുന്നതിൽ. പിന്നെ പറയുന്നത് കസ്റ്റമർ ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ട്സ് അറ്റ് എനി ടൈം ഫ്രം ദ ATM മെഷീൻസ്. ഏത് സമയത്തും ATM ൽ നിന്ന് ക്യാഷ് ലഭ്യമാകും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് എനേബിൾ ദ കസ്റ്റമേഴ്സ് ടു ഒബ്റ്റെയിനിങ് ദ ഡോക്യുമെൻറ്റ് ഫ്രം ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ ഒബ്റ്റെയിൻ ദ ഡിസ്കൗണ്ട് ഫ്രം ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. ഡിസ്കൗണ്ട്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്ത് നമ്മൾ POSലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫറുകൾ, പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളും ലഭ്യമാണ്. പിന്നെ പറയുന്നത് കസ്റ്റമർ ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ഫണ്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇലക്ട്രോണിക്കലി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് പോപ്പുലർ സർവീസസ് അണ്ടർ ദ ഇ ബാങ്കിങ്. ഇ ബാങ്കിങ്ങിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബാങ്കിങ് സർവീസുകളാണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, ദാറ്റ് ഈസ് ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്സ്, സ്മാർട്ട് കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, ഹോം ബാങ്കിങ്, ഡിമാറ്റ് ഫെസിലിറ്റീസ്. എന്നാൽ ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ ഡീമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ആണ്. അതായത് നമുക്ക് ഷെയർ വാങ്ങുക, ഷെയർ വിൽക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിമാറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ചെക്ക് ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് സിസ്റ്റം, ഇത് അതുപോലെ തന്നെയാണ്. ചെക്ക് നമ്മൾക്ക് ഇലക്ട്രോണിക്കലി, അതായത് നമ്മളിപ്പോൾ ഫിസിക്കൽ ചെക്ക് പ്രസൻറ്റ് ചെയ്താൽ വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ചെക്ക് നമുക്ക് കിട്ടി, അത് നമ്മളെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യണം. അത് കളക്ഷന് ഫിസിക്കലായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ത്രൂ വെൻഡിങ് മെഷീനിലൂടെ അതിൻ്റെ പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് ക്യാഷ് ലഭിക്കാൻ സഹായിക്കുന്ന സിസ്റ്റമാണ് ചെക്ക് ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ATM ആണ്, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ്,
ഓട്ടോമാറ്റിക് ചില ആളുകൾ പറയാറുണ്ട്. ദറ്റ് ഈസ് നോട്ട് ഓട്ടോമാറ്റിക്, ഇറ്റ് ഈസ് ഓട്ടോമാറ്റഡ്. An ATM is a computerized telecommunication devices which provides customers access to the financial transaction in the public places without human intervention. It enables the customers to perform the several banking functions such as withdrawals of cash, request of mini statements, etc. ഏതൊരു സമയത്തും വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് എടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ATM എന്ന് പറയുന്നത്. ATMന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാഷ് വിഡ്രോവൽ മാത്രമല്ല, നമുക്ക് മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കാം, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന CMD ഫോംസ്, ഡയറക്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് വരെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി ATMന്റെ ഫെസിലിറ്റീസുകളൊക്കെ പറയും 24 hours സർവീസസ് ആണ് നമുക്ക് ലഭിക്കുക. പിന്നെ വന്ന് ATM gives convenience banks customers. ATM provide convenience to the customers. Nowadays ATMs are located at a convenient place such as airports, railway station, etc. and not necessarily at the bank premises. അപ്പോൾ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ എപ്പോഴും ബാങ്കിലോട്ടൊന്നും ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറയുന്ന ATM reduces the workload of bank staff അല്ലേ. നമ്മളിപ്പോൾ 500 രൂപ എടുക്കുകയാണെങ്കിലും 10,000 രൂപ എടുക്കുകയാണെങ്കിലും 10 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിലും പഴയ രീതിയിലാണ് ചെക്ക് ചെയ്യണം. അവർ ചെക്കിൽ നമ്മളെ സിഗ്നേച്ചർ ചെക്ക് ചെയ്യണം, നമ്മൾ അടിച്ച ഫിഗർ വേർഡ്സിലും ന്യൂമറിക്കലായിട്ട് എഴുതി വേർഡ്സ് ആൻഡ് ഫിഗറിൽ എഴുതിയത് മാച്ച് ചെയ്യണം, ഇല്ല ഡേറ്റ് ഉണ്ടോ നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് 100 രൂപേൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്യാനും ക്യാഷ് കൊടുക്കാനും 10 ലക്ഷം ചെയ്യാനും. രണ്ടിനും സെയിം വർക്കാണുള്ളത്. പക്ഷേ ഇത് ATMലാകുമ്പോൾ അവരുടെ വർക്ക് ലോഡ് വളരെയധികം കുറയ്ക്കും. അതുപോലെ തന്നെ ATM പ്രൊവൈഡ്സ് സർവീസസ് വിത്തൗട്ട് എനി എറർ ഇല്ലാതെ, ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു എറർ ഇല്ലാതെ അക്കൗണ്ടെന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തവർക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ATM provide service without error. ATM provide service without error. A customer can obtain exact amount. There is no human error as far as ATMs are concerned. ATMനെ സംബന്ധിച്ചിടത്തോളം എറർ വളരെയധികം കുറവാണ്. ATMs are beneficial for the travelers അല്ലേ. ട്രാവലേഴ്സിന് ക്യാഷ് ഇങ്ങനെ ക്യാരി ചെയ്യേണ്ട, എവിടെ നിന്ന് ATM ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതിന് ക്യാഷ് വിഡ്രോ ചെയ്യാം. And ATMs are great help for the travelers. They need not carry the large amount of cash with them. Then ATM give the customers new currency notes. പുതിയ കറൻസി നോട്ട് തരും. Customers also gets the brand new currency note from ATMs. In other words, customers do not get soiled notes from it. നല്ല വൃത്തിയുള്ള നോട്ടാണ് മിക്കവാറും കിട്ടുക എന്നാണ് പറയുന്നത്. ഇപ്പം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പം അതും ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലേ. ATM provides a privacy in the banking instruction. Most of all, ATM provide privacy. നമ്മളെ ബാങ്കിങ്ങിൽ പ്രൈവസി നൽകും. നമ്മളെ ATM കാർഡ് പിന്നെ കോപ്പി അടിക്കാനൊന്നും മറ്റുള്ളവർ സഹായിക്കാത്ത രീതിയിലായിരിക്കും അവൻ്റെത്. CCTV ക്യാമറ ഒക്കെ വെച്ച് വളരെ സെക്യൂർഡ് ആയിരിക്കും ATMലൂടെ ക്യാഷ് വിഡ്രോവൽ. അപ്പോൾ ATM ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ATM എന്നൊരു ചോദ്യം ചോദിക്കും, എന്താണ് ATM കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്. എമർജിങ് ട്രെൻഡ് 90s അതിൽ ATM എന്നൊരു ഏരിയയാണ്. ഇനിയും ഒരുപാട് ഏരിയാസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ വിശദമാക്കാം. ഓക്കെ.